Hi friends, it's me Anaka. Welcome to my YouTube channel. തംബ്നെയിൽ കണ്ടപ്പം തന്നെ ഒട്ടുമിക്ക എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഹെയറിനെ പറ്റിയാണെന്ന്. ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ മുടിയുടെ ഗ്രോത്തിനെ പറ്റിയാണ്. അങ്ങനെ ഇതൊരു വലിയ സംഭവമായിട്ടൊന്നുമല്ല ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഒരു കുഞ്ഞൊരു വീഡിയോ ആക്കി ഇടാമെന്ന് കരുതി. അപ്പോൾ ഓൾറെഡി എനിക്ക് ചെറുപ്പത്തിലെ മുടിയുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഓർമ്മയുള്ളത് ഞാൻ പഠിക്കുന്ന സമയത്താണ്. പഠിക്കുന്ന ആ സമയത്തൊക്കെ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും ചിന്തിക്കുന്ന പോലെ ഒത്തിരി മുടിയുള്ളവർക്ക് കുറച്ച് ഷോർട്ട് ഹെയർ ഒക്കെ ആയിരിക്കും ഇഷ്ടം. അതുപോലെ തന്നെ ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് മുടി ഇല്ലാത്തവർക്ക് മുടി ഒത്തിരി വേണമെന്നായിരിക്കും ആഗ്രഹം. എന്ന് പറയുമ്പോൾ എനിക്കും ചെറുപ്പത്തിലെ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആഗ്രഹമായിരുന്നു മുടി ഇങ്ങനെ ലെയറും അല്ലെങ്കിൽ സ്റ്റെപ്പ് അടിച്ചിടാനും അങ്ങനെ ഷോർട്ട് ഹെയർ ആക്കിയിടാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേങ്കിൽ എൻ്റെ വീട്ടിൽ ആരും സമ്മതിക്കത്തില്ല. എസ്പെഷ്യലി എൻ്റെ അമ്മ. കാരണം അമ്മ പറയും ഹൈറ്റ് ഉള്ളതുകൊണ്ട് മുടി മുറിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കുന്നു. മറ്റേ എൻ്റെ മുടി മുറിക്കാനേ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണമൊക്കെ ആയ സമയത്ത് കുറച്ച് മുടി ഒന്ന് ഷേപ്പാക്കാമെന്ന് കരുതി ലെയർ അടിച്ചു. മുടിൻ്റെ ഇറക്കമൊക്കെ നന്നായി എന്തിനും കുറഞ്ഞു. എന്താ പറയുക, പിന്നെ എനിക്ക് മുടി വളരുന്നേ ഇല്ലായിരുന്നു. അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടും കല്യാണം എല്ലാം കഴിഞ്ഞ് 1.5 വർഷമെല്ലാം കഴിഞ്ഞിട്ടും എനിക്ക് മുടി നീണ്ടൊന്നുമില്ല. ഡെലിവറി കഴിഞ്ഞൊരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മുടി നന്നായിട്ട് വളർന്നത്. പക്ഷെ ഞാൻ കുറച്ച് ചെമ്പരത്തി താളിയൊക്കെ തേക്കുമായിരുന്നു. താളി തേച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടായി. ഓയിൽ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എന്ത് ചെയ്യും, അത് ഷാമ്പൂ ഇട്ട് വാഷ് ചെയ്ത് കളയും. അങ്ങനെ ചെയ്തത്. ചിലപ്പം ഡെലിവറിൻ്റെ സമയത്ത് കഴിച്ച നല്ല ഭക്ഷണത്തിൻ്റെയും നല്ല ഫുഡിൻ്റെയും ഒക്കെ അതുകൊണ്ടൊക്കെ എല്ലാം ഒരു ഫാക്ടറാണ് ചിലപ്പം മുടി നീളാനായിട്ട്. എന്നാലും ഇവിടെ വന്നിട്ട് താളിയൊക്കെ തേച്ചതിന് ശേഷം എനിക്ക് തോന്നിയത് കുറച്ച് മുടിയൊക്കെ നീണ്ട്. എൻ്റെ പേഴ്സണലി എനിക്കറിയില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഓക്കെ.